ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, AR കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുറ്റാരം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events, SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476970. AR College of Engineering and Technology, near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission contact AR Information Center, Chowk Road, Punalur. Phone 9562023444. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കും. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. പത്തനാപുരത്ത് UDF പ്രവർത്തകരും കേരള കോൺഗ്രസ് B പ്രവർത്തകരും തമ്മിൽ തെരുവ് യുദ്ധം. ഇരുവിഭാഗങ്ങളും പരസ്പരം കല്ലെറിഞ്ഞു. പോലീസ് ലാത്തി വീശി. KPCC നിർവാഹക സമിതി അംഗം CR നജീബിന് നേരെയും കയ്യേറ്റം. നിരവധി മോഷണ കേസുകളിലെ പ്രതി അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് പണ്ടാരക്കോണം വാഴവിളപ്പുത്തൻ വീട്ടിൽ ജെനി.
73-കാരിയായ വൃദ്ധമാതാവിനെ മക്കൾ ഉപേക്ഷിച്ചതായി പരാതി. ചിത്ര ഗ്രാമപഞ്ചായത്തിലെ അരിപ്പ വാർഡിൽ ചരുവിള വീട്ടിൽ റംല ബീവിയാണ് തലചായ്ക്കാൻ ഇടം തേടുന്നത്. വാർത്തകൾ വിശദമായി. പത്തനാപുരത്ത് UDF പ്രവർത്തകരും കേരള കോൺഗ്രസ് B പ്രവർത്തകരും തമ്മിൽ തെരുവ് യുദ്ധം. ഇരുവിഭാഗങ്ങളും പരസ്പരം കല്ലെറിഞ്ഞു. പോലീസ് ലാത്തിവീശി. കഴിഞ്ഞ ദിവസം KB ഗണേഷ് കുമാർ MLA വസതിക്ക് നേരെ കല്ലെറിഞ്ഞതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് B നേതൃത്വത്തിൽ പത്തനാപുരത്ത് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ തടിച്ചുകൂടിയ കേരള കോൺഗ്രസ് B പ്രവർത്തകരും മുതിർന്ന കോൺഗ്രസ് നേതാവ് CR നജീബും തമ്മിൽ വാക്കേറ്റമുണ്ടായി. CR നജീബിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് UDF നേതൃത്വത്തിൽ പ്രകടനവും നടത്തി. പ്രകടനമായെത്തിയ പ്രവർത്തകരെ SBTക്ക് സമീപം പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞു. ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമം നടത്തുകയും പ്രവർത്തകരും പോലീസുമായും ഉന്തും തള്ളുമുണ്ടാവുകയും ചെയ്തു. അവര് വന്ന് തകർത്തുണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇതിനിടെ സെൻട്രൽ ജംഗ്ഷനിൽ കേരള കോൺഗ്രസ് B പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് UDF പ്രവർത്തകരെ ലക്ഷ്യമാക്കി നീങ്ങുകയും പരസ്പരം കല്ലേറ് നടത്തുകയും ചെയ്തു. അരമണിക്കൂറോളം നീണ്ടുനിന്ന കല്ലേറിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കൊല്ലം റൂറൽ പരിധിയിലെ 100 കണക്കിന് പോലീസുകാർ ASP ഹിമേന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് ഉണ്ടായിരുന്നെങ്കിലും കല്ലേറിനെ തുടർന്ന് പോലീസ് നോക്കുകുത്തികളായി മാറി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കല്ലേറ് വർദ്ധിച്ച സാഹചര്യത്തിൽ UDF പ്രവർത്തകരെ വിരട്ടിയോടിക്കാൻ ASP നിർദ്ദേശിച്ചു. പോലീസ് മർദ്ദനത്തിൽ നിരവധി UDF പ്രവർത്തകർക്കും മർദ്ദനമേറ്റു. ഇതിനിടെ പ്രവർത്തകർ സംഘടിതരായി പോലീസിനെ നേരിടാനും ശ്രമം നടത്തി. UDF നേതാക്കളെ ഒരു കാരണവും കൂടാതെ മർദ്ദിച്ചുവെന്നാരോപിച്ച് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം വാക്കേറ്റമുണ്ടായി. തുടർന്ന് ഉച്ചയോടെ ഇരുവിഭാഗവും പിന്മാറിയതോടെ രംഗം ശാന്തമായി. പോലീസ് ലാത്തിചാർജിൽ പരുക്കുപറ്റിയ പത്തനാപുരം ചേലക്കോട് ബൂത്ത് പ്രസിഡന്റ് റിഫായിയെ പത്തനാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്ലേറിൽ പുനലൂർ CI സുരേഷ് കുമാർ, പുനലൂർ SI ശിവപ്രകാശ്, പത്തനാപുരം SI രാജു എന്നിവർക്ക് പരിക്കേറ്റു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരത്ത് ഹർത്താൽ അനുകൂലികളും KPCC നിർവാഹക സമിതി അംഗം CR നജീബും തമ്മിൽ വാക്കേറ്റം കയ്യേറ്റത്തിന് വഴിമാറിയത് പോലീസിനെ വലച്ചു.
രാവിലെ 9:30 പത്തനാപുരം നഗരത്തിൽ അക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡ് തീയിട്ട് നശിപ്പിച്ചത് ചോദ്യം ചെയ്യാനെത്തിയ KPCC നിർവാഹക സമിതി അംഗം CR നജീബിനെ കേരള കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടത്തുകയായിരുന്നു. CR നജീബും ഗണേഷ് കുമാറിന്റെ PA ആയ കോട്ടാത്തല പ്രദീപും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇതിനെ തുടർന്ന് നേരിയ തോതിൽ കയ്യേറ്റവുമുണ്ടായി. ഇതിനിടെ പോലീസുമായും കേരള കോൺഗ്രസ് പ്രവർത്തകർ വാക്കേറ്റമുണ്ടായി. ഹർത്താലിന് പിന്തുണയുമായി എത്തിയ LDF പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. യൂത്ത് കോൺഗ്രസ് നേതാവ് U നൌഷാദിന് ഇതിനിടെ മർദ്ദനമേറ്റു. KB ഗണേഷ് കുമാർ MLAയുടെ പത്തനാപുരം മഞ്ചള്ളൂരിലെ വസതിയിൽ ആക്രമണം നടത്തിയ UDF നടപടിയിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് B ആഹ്വാനം ചെയ്ത ഹർത്താൽ പത്തനാപുരത്ത് പൂർണ്ണമായിരുന്നു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. രാവിലെ തന്നെ സംഘടിതരായെത്തിയ കേരള കോൺഗ്രസ് B പ്രവർത്തകർ സ്വകാര്യ വാഹനങ്ങൾ തടയുകയും കടകൾ നിർബന്ധിച്ചടപ്പിക്കുകയും ചെയ്തു. ദീർഘദൂര KSRTC ബസ്സുകൾ മാത്രമാണ് ഇതുവഴി സർവീസ് നടത്തിയത്. സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ സർവീസ് നടത്താൻ അനുവദിച്ചില്ല. അപ്രതീക്ഷിതമായുണ്ടായ ഹർത്താൽ പൊതുജനത്തെ വലച്ചു. പത്തനാപുരം പഞ്ചായത്ത് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. ഇതിനിടെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം MLA KB ഗണേഷ് കുമാറിന്റെ വസതിക്ക് നേരെയുണ്ടായ ആക്രമണം അപലപനീയമെന്ന് CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ MP. പത്തനാപുരത്ത് MLAയുടെ വസതി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസം UDF നടത്തിയ കല്ലേറിനെ തുടർന്ന് കേരള കോൺഗ്രസ് Bക്ക് പിന്തുണയുമായാണ് KN ബാലഗോപാൽ MP KB ഗണേഷ് കുമാറിന്റെ വീട് സന്ദർശിച്ചത്. ബുധനാഴ്ച നടത്തിയ ഹർത്താലിനും LDF പരോക്ഷ പിന്തുണ നൽകിയിരുന്നു. അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തിന്റെ പേരിൽ പത്തനാപുരത്ത് UDF നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. UDFന്റെ അഴിമതിക്കെതിരെ പ്രതികരിച്ചതിന് MLAയുടെ വീടിനു നേരെ ആക്രമണം നടത്തുന്നത് അപലപനീയമാണെന്നും KN ബാലഗോപാൽ പറഞ്ഞു. രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ അരുവിക്കരയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയതിന്റെ പേരിൽ UDFന്റെ അഴിമതിക്കെതിരെ പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെ ആക്രമിക്കുന്നത് ശരിയായ രീതിയല്ല. അങ്ങേയറ്റം അപലപിക്കേണ്ട ഒരു സംഗതിയാണ് ഈ ആക്രമണ രാഷ്ട്രീയം. UDFന്റെ ഒരു സ്വഭാവം വ്യക്തമാക്കുന്നതാണ്. നേരത്തെ തിരിച്ച് ഇത്തരം ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത് തന്നെയാണ് ഇത് UDF. ഇപ്പോൾ MLAയുടെ വീട്ടിലേക്ക് ആക്രമിക്കാൻ പോകുന്നു, മറ്റു ഭീഷണിയായിട്ട് പോകുന്നു. ഈ തരത്തിലൊരു സമീപനം എടുക്കുന്നത് കോൺഗ്രസിന്റെ അങ്ങേയറ്റം അപഹാസ്യമായ രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടായിസം മാത്രം മുൻകൈയിൽ നിലനിർത്തുന്ന എന്ത് വൃത്തികേട് കാണിക്കാമെന്ന് പറയുന്ന ബോധത്തിന്റെ ഭാഗമാണ്. അത് ശക്തമായ ഒരു ജനാധിപത്യ കക്ഷി എന്ന നിലയിൽ ഒരു ജനാധിപത്യത്തിന്റെ പേര് പറയുന്ന കോൺഗ്രസ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്തായാലും CPM ഇത്തരം കാര്യങ്ങൾ ഏത് കാലത്തും എതിർത്തിട്ടുണ്ട്. അഭിപ്രായം പറയുന്ന എതിരാളിയായാൽ പോലും അവരുടെ അഭിപ്രായത്തെ ജനാധിപത്യപരമായി കേൾക്കുക എന്നുള്ള സ്വഭാവം CPM വെച്ച് പുലർത്തുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ഈ ആക്രമണ സംഭവങ്ങളെ ഞങ്ങൾ അപലപിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തോടൊപ്പം CPM പത്തനാപുരം ഏരിയ സെക്രട്ടറി N ജഗദീശൻ, ജില്ലാ കമ്മിറ്റി അംഗം M മീരാപിള്ള എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ.
ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9447255870. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോണ്ടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. Premium passion, the poetic watering. Premium classic. From the house of luxury sanitary wears, Style Bath, Kottarakara, Ayur, Punlur. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൻ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ. ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, മുണ്ടക്കയം, റാന്നി, മുക്കൂട്ടുതറ, ചിറ്റാർ, പുനലൂർ. സുവർണ വിസ്മയമായ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ആലക്കുളം, തെങ്കാശി. തെങ്കാശി തിരുനെൽവേലി പ്രധാന പാതയ്ക്ക് സമീപം ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണതയായി സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ദ പെർഫെക്റ്റ് ന്യൂ ജനറേഷൻ പോളിടെക്നിക് കോളേജ്. Canteen facility, special coaching for campus interviews. We give 8 diploma level courses: diploma in civil engineering, mechanical engineering, electrical and electronics engineering, electronics and communication engineering, computer engineering, automobile engineering, marine engineering and instrumentation and control engineering. Library, scholarship for well-scored students, Malayali management, Kerala food, 100% placement and transport facilities. St. Mariam Polytechnic College, Alamkulam, Tengashi. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475235545.
നടപ്പ് സാമ്പത്തിക വർഷം പുനലൂർ നഗരസഭയുടെ 19.5 കോടിയുടെ പദ്ധതിക്ക് അംഗീകാരം. ഇതിൽ 1 കോടി രൂപ ലോകബാങ്ക് സഹായമാണ്. നഗരസഭയ്ക്ക് നടപ്പ് സാമ്പത്തിക വർഷത്തേക്ക് 19,58,26,421 രൂപയുടെ പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം ലഭിച്ചതായി നഗരസഭ അറിയിച്ചു. ഇതിൽ 1 കോടി രൂപ ലോകബാങ്ക് സഹായമാണ്. 13ാം ധനകാര്യ കമ്മീഷൻ അവാർഡ് തുകയായ 4,57,17,810 രൂപയും പട്ടികജാതി വികസന ഫണ്ടിൽ 1,46,33,299 രൂപയും പട്ടികവർഗ ഫണ്ടിൽ 21,27,066 രൂപയും സാധാരണ വിഹിതമായി 4,98,88,982 രൂപയും ഉൾപ്പെടുന്നു. മെയിന്റനൻസ് ഗ്രാന്റ് റോഡ് ഇനത്തിൽ 4,33,22,033 രൂപയും റോഡ് ഇതര ഇനത്തിൽ 1,68,55,087 രൂപയുമാണ് ഉള്ളത്. ആധുനിക മത്സ്യ മാർക്കറ്റിനായി ലോകബാങ്ക് ധനസഹായമായി ലഭിക്കുന്ന 92 ലക്ഷം രൂപ നീക്കിവെച്ചു. നിലവിൽ മത്സ്യ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് 2 നിലകളുള്ള മാർക്കറ്റാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നത്. ഒരു വാർഡിൽ 100 അടുക്കളത്തോട്ടം വീതം നിർമ്മിക്കും. എല്ലാ വാർഡുകളിലും മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ച് 100 ഗുണഭോക്താക്കളെ വീതം തിരഞ്ഞെടുത്ത് പരിശീലനം നൽകി വിത്തും വളവും സൗജന്യമായി നൽകും. താലൂക്ക് ആശുപത്രിയിലെ നിലാവ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിനായി മരുന്ന് വാങ്ങുന്നതിനായി 4 ലക്ഷം രൂപ വകയിരുത്തി പാതയം പദ്ധതിയിൽ 13 ലക്ഷം രൂപയും വകയിരുത്തും. 500 പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റുകൾ സ്ഥാപിക്കും. തുകയുടെ 75% ശുചിത്വ മിഷനും 15% നഗരസഭയും 10% ഗുണഭോക്തൃ വിധവും അടങ്ങുന്നതാണ് പദ്ധതി. 16 ലക്ഷം രൂപ മുടക്കി സമഗ്ര പച്ചക്കൃഷി പദ്ധതി നടപ്പിലാക്കും. തെരുവ് നായ്ക്കളുടെ നിയന്ത്രണത്തിനായി അവയെ വന്ധ്യംകരണം ചെയ്യുന്നതിനുള്ള ABC പ്രോഗ്രാമിൽ 5 ലക്ഷം രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 35 വാർഡുകളിലും മരാമത്ത് പ്രവൃത്തികൾ, സ്കൂൾ, അങ്കണവാടി, ലൈബ്രറി എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കും കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണത്തിനുമായി ബാക്കി തുക ചെലവഴിക്കുമെന്നും നഗരസഭ അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് AITUCയുടെ നേതൃത്വത്തിൽ RPL ഹെഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് AITUCയുടെ നേതൃത്വത്തിൽ RPL ഹെഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളെ സഹായിക്കാനല്ല, തൽക്കാലത്തേക്ക് ചില ന്യായങ്ങൾ പറഞ്ഞ് നമ്മുടെ സമരത്തെ ഒന്ന് തൽക്കാലം നിർത്തിവെപ്പിച്ചു എന്നല്ലാതെ നമ്മൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ഇന്ന് നിങ്ങൾ പണിമുടക്കിയാണ് ഈ സമരത്തിനായി ഈ മാർച്ചിൽ പങ്കെടുത്ത് ഇവിടെ എത്തിച്ചേർന്നത്. തൊഴിലാളികളെ തകർക്കാൻ കഴിയും, അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കാം, അവർ കിട്ടിക്കൊണ്ടിരിക്കുന്ന അവരുടെ ആനുകൂല്യങ്ങൾ കുറവ് ചെയ്യാം, അവരുടെ തൊഴിലാളികളെ സംബന്ധിക്കുന്ന സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ട് അതൊക്കെ കുറച്ചു കൊണ്ടുവരാം. അതാണ് രാജ്യത്തുടനീളമുള്ള മുതലാളിമാർ, ഗവൺമെന്റ് എല്ലാം ചിന്തിക്കുന്നത്. ശമ്പള വർധന നടപ്പിലാക്കുക, ഇടക്കാല ആശ്വാസം അനുവദിക്കുക, 1 മാസത്തെ ഗ്രാറ്റുവിറ്റി അനുവദിക്കുക, ജാതി സർട്ടിഫിക്കറ്റ് പ്രശ്നം പരിഹരിക്കുക, ഓരോ തൊഴിലാളികൾക്കും സ്വന്തമായി വസ്തുവും വീട് നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. ധർണയ്ക്ക് RPL യൂണിയൻ വൈസ് പ്രസിഡന്റ് PK മോഹൻ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി C അജയപ്രസാദ് സ്വാഗതം പറഞ്ഞു. PS സുബാല XMLA, ഇന്ദുശേഖരൻ നായർ, ജോബോയ് പെരേര, J ഡേവിഡ്, EK റോസ് ചന്ദ്രൻ, PJ രാജു, മഹേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നിരവധി മോഷണ കേസുകളിലെ പ്രതി അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് പണ്ടാരക്കോണം വാഴവിളപുത്തൻ വീട്ടിൽ ജെനി. പണ്ടാരക്കോണം വാഴവിളപുത്തൻ വീട്ടിൽ ജെനിയാണ് പോലീസിന്റെ പിടിയിലായത്. അഗസ്ത്യകോട് മഹാദേവ ക്ഷേത്രത്തിനു സമീപമുള്ള പൂജാ സ്റ്റോറിലാണ് പ്രതി കഴിഞ്ഞ രാത്രി മോഷണം നടത്തിയത്. സ്റ്റോറിലുണ്ടായിരുന്ന 2000-ഓളം രൂപ അപഹരിക്കപ്പെട്ടു. അഞ്ചൽ SI CK മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇന്നലെ രാവിലെ പുറത്തിറങ്ങിയ പ്രതി രാത്രിയിൽ വീണ്ടും മോഷണം നടത്തുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ദേശീയപാതയിൽ ആര്യങ്കാവിൽ അപകട ഭീഷണി ഉയർത്തിയ കുഴി RSPയുടെ നേതൃത്വത്തിൽ മണ്ണിട്ടു നികത്തി. RSP പുനലൂർ മണ്ഡലം സെക്രട്ടറി M. നാസർ ഖാന്റെ നേതൃത്വത്തിലാണ് പാർട്ടി പ്രവർത്തകർ ആര്യങ്കാവിലെത്തി കുഴി മണ്ണിട്ടു നികത്തിയത്. ബുധനാഴ്ച പകൽ 11 മണിയോടെയാണ് RSP പുനലൂർ മണ്ഡലം സെക്രട്ടറി M. നാസർ ഖാന്റെ നേതൃത്വത്തിൽ പാർട്ടി പ്രവർത്തകർ ആര്യങ്കാവിലെത്തി കുഴി മണ്ണിട്ട് മൂടിയത്. ക്വാറി വേസ്റ്റ് ലോറിയിലെത്തിച്ച് കുഴി നികത്തുകയായിരുന്നു. ആര്യങ്കാവ് വനം വകുപ്പ് ചെക്ക് പോസ്റ്റിന് സമീപത്താണ് കഴിഞ്ഞ കുറെ നാളുകളായി റോഡിലെ കുഴി അപകട ഭീഷണി ഉയർത്തിയത്. കുഴിയിൽ വീണ് തെന്മല സ്വദേശികളായ ദമ്പതികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം കച്ചി കയറ്റി വന്ന പിക്കപ്പ് കുഴിയിൽ വീണ ശേഷം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. നിരവധി വാഹനങ്ങളുടെ അടിഭാഗം തകരുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗട്ടർ മൂലം മണിക്കൂറുകൾ ഗതാഗതം തടസ്സപ്പെട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ യാത്രക്കാരെയും ചരക്കു വാഹനങ്ങളെയും ഒരുപോലെ ദുരിതത്തിലാക്കിയ കുഴി മെയിന്റനൻസ് നടത്താൻ കഴിയാത്തതിനു പിന്നിൽ NH വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അനാസ്ഥയാണെന്ന് RSP പുനലൂർ മണ്ഡലം സെക്രട്ടറി M. നാസർ ഖാൻ ആരോപിച്ചു. പക്ഷേ ഈ സന്ദർഭത്തിലും ഈ നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാർ ഇത് കണ്ടില്ല എന്ന് നടിക്കുകയും അവർ ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാതിരിക്കുന്നു. നമ്മുടെ പുനലൂർ തന്നെ AXC ജലജ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്. അവരോട് അവർ ടെലഫോൺ വിളിച്ചാൽ പോലും എടുക്കാറില്ല. ടെലഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ കുഴിയും കുന്നുമൊക്കെ ഉണ്ട്, ഇങ്ങനെ പ്രശ്നം കിടക്കുകയാണ്, നിങ്ങളിതിനെ വല്ല കോൺടാക്ട് ചെയ്യണം പറഞ്ഞുകൊണ്ട് കോറി വേസ്റ്റങ്ങൾ അല്പം കൊണ്ടിടുക എന്ന് പറയുന്നതിന് വേണ്ടി ടെലഫോൺ വിളിച്ചാൽ അവർ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ടെലഫോണാണ്, ആ ടെലഫോൺ പോലും അവർ എടുക്കാറില്ല. ഇങ്ങനൊരു AXC നമുക്ക് ഈ നാഷണൽ വിഭാഗത്തിന് ആവശ്യമുണ്ടോ? ഇവിടെ നമുക്ക് സത്യത്തിൽ ഇവിടെ ആവശ്യമില്ല. അടിയന്തരമായ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ചീഫ് എഞ്ചിനീയർ അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. നമ്മുടെ ആ ഒറ്റക്കല്ല് തെന്മല MSL ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഒരു വണ്ടി പോസ്റ്റിലിടിച്ച് നിന്നതുകൊണ്ടാണ് സത്യത്തിൽ യാത്രക്കാർ രക്ഷപ്പെട്ടത്. ഡസൻ കണക്കിന് യാത്രക്കാർ അത് 10-40 അടി താഴ്ചയുള്ള ആറ്റിലേക്ക് മറിഞ്ഞാൽ തീർച്ചയായും അത്രയും പേരുടെ ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ ഓടിയെത്തി അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് അത് ആശാസ്യമല്ല. അതിന് മുമ്പ് അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് നടപടികൾ സ്വീകരിക്കാൻ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ നാഷണൽ ഹൈവേയിൽ പ്രവർത്തിക്കുന്നു. യാഥാർത്ഥ്യത്തിൽ അവർ യാഥാർത്ഥ്യം കാണാതെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ അവർ ഈ ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ അവർ പ്രോജക്റ്റുകൾ ഉണ്ടാക്കി അത് നടത്തിയെടുക്കുന്നതിന് പകരം വരുന്ന പ്രോജക്റ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ ഒഴുകി വന്നാൽ അതിൻ്റെ വിഹിതം ഇങ്ങോട്ട് വന്നോട്ടെ, ഞങ്ങളുടെ ഈശ്വരോട്ട് കയറിക്കോട്ടെ എന്ന നിലയിലേക്ക് സാമ്പത്തിക അഴിമതി നടത്തുന്നതിന് വേണ്ടി ഉള്ള ഉദ്യോഗസ്ഥന്മാരല്ലാതെ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച്, യാത്രക്കാരുടെ സൗകര്യം അനുസരിച്ച്, വാഹനങ്ങളുടെ സൗകര്യം അനുസരിച്ച് റോഡ് നന്നാക്കുന്നതിനും കുണ്ടുകുഴികൾ നികത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ആക്ഷേപകരമാണ്. തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്ത് ഇടപെടണം. കുഴി മൂടിയത് താൽക്കാലികമായി ആണെന്നും NH അധികൃതർ ഉടൻ തന്നെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാഷണൽ ഹൈവേ ഉപരോധം അടക്കമുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റോഡിലെ കുഴി മൂടാൻ പാർട്ടി പ്രവർത്തകർക്കൊപ്പം ലോറി ഡ്രൈവർമാരും വിനോദസഞ്ചാരികളും KSRTC ഡ്രൈവറും ഒപ്പം ചേർന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. അലയമൺ കുറവന്തേരി വനമേഖലകളിൽ ഏക്കർ കണക്കിന് ഭൂമിയിൽ യുക്കാലി, മാഞ്ചിയം, അൽക്കേഷ്യ മരങ്ങൾ വച്ചുപിടിപ്പിക്കാനുള്ള നീക്കം ജനരോഷത്തിനിടയാക്കുന്നു. ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. ജലദൗർലഭ്യം രൂക്ഷമായ പ്രദേശങ്ങളാണ് അലയമൺ പഞ്ചായത്തിലെ കുറവൻതേരി, മീൻകുളം പ്രദേശങ്ങൾ. ഇവിടെ യൂക്കാലിപ്റ്റസ് മരങ്ങൾ വൻതോതിൽ വച്ചുപിടിപ്പിക്കുന്നത് ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകാൻ കാരണമാകും. കൂടാതെ മാഞ്ചിയം, അൽക്കേഷ്യ മരങ്ങൾ വൻതോതിൽ വച്ചുപിടിപ്പിക്കുന്നത് ആസ്മ, അലർജി പോലുള്ള രോഗങ്ങൾക്കും കാരണമാകും എന്നുള്ളതിനാൽ ഇതിനെതിരെ ശക്തമായ സമരത്തിനൊരുക്കുകയാണ് പ്രദേശവാസികൾ. ഈ ഫോറസ്റ്റ് ഏരിയ നടുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. ഞങ്ങളുടെ കുടിവെള്ളം നഷ്ടപ്പെടരുത്, പിന്നെ ആസ്മ മുതലായ രോഗങ്ങളുണ്ടാകും, അത് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. കുടിവെള്ളക്ഷാമം ഭയങ്കരമായിട്ട് രൂക്ഷമാകുന്നൊരു മേഖലയാണ്. ഞങ്ങൾ 10 കിലോമീറ്ററൊക്കെ പോയി വെള്ളം കോരിക്കൊണ്ടുവന്ന സാഹചര്യങ്ങളുണ്ട്. അതിന് ഒരു കാരണവശാലും ഈ മാഞ്ചിയം, ജൂക്കാലി, അൽക്കേഷ്യ ഇവിടെ നടാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. ഇതിന് സമരമായിട്ട് എവിടെ വരെ പോകണമെങ്കിലും നമ്മൾ പോകാൻ തയ്യാറാണ്. ഇവിടെ നാട്ടുകാരെല്ലാം ഒരുമിച്ച്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. Palittra Fashion Jewelers, as pure as your love.
പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് SBT സമീപം മെയിൻ റോഡ് പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുറുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, തൂക്കുപാലത്തിന് സമീപം, പുനലൂർ. ഹോമിയോപ്പതി വിഭാഗത്തിൽ ഡോക്ടർ KT തോമസ്, ഡോക്ടർ രഞ്ജിത്ത് തോമസ്. അലോപ്പതി ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ VS പോറ്റി, ഡോക്ടർ സിമി രഞ്ജിത്ത്, ENT സ്പെഷ്യലിസ്റ്റ് ജോ ബാബു എന്നിവരും. മദ്യാസക്തിക്കും മാനസിക വൈകാരിക പ്രശ്നങ്ങൾക്കുമായി ഡോക്ടർ പുരുഷോത്തമ ഭട്ട്, ഡോക്ടർ KT തോമസ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഷിബുവിന്റെയും സേവനം. അൾട്രാസൗണ്ട്, ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിസിയോതെറാപ്പി വിഭാഗവും. BSSന്റെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത നഴ്സിംഗ്, ലാബ്, എക്സ്റേ, ECG ടെക്നീഷ്യൻ, 2 വർഷ പാരാമെഡിക്കൽ കോഴ്സുകളും സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, പുനലൂർ. ഫോൺ 222239. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ. ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222120. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. കേരള യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ ഡേറ്റാടെക് BBA, BCA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകൾ, MBA, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 4 നൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. 73-കാരിയായ വൃദ്ധമാതാവിനെ മക്കൾ ഉപേക്ഷിച്ചതായി പരാതി. ചിത്ര ഗ്രാമപഞ്ചായത്തിലെ അരിപ്പ വാർഡിൽ ചരിവിള വീട്ടിൽ റംല ബീവിയാണ് തലചായ്ക്കാൻ ഇടം തേടുന്നത്. 8 വർഷങ്ങൾക്ക് മുമ്പ് റംല ബീവിയുടെ ഭർത്താവ് മരണപ്പെട്ടു. ഇതോടെ മക്കളുടെ സംരക്ഷണത്തിലായി റംല ബീവിയുടെ ജീവിതം. പ്രായാധിക്യം മൂലം അസുഖങ്ങൾ ബാധിച്ചതോടെ മക്കൾക്ക് റംല ബീവി ഒരു ബാധ്യതയായി. ഇതോടെ 3 മക്കളുള്ള റംല ബീവിയുടെ ജീവിതം ദുരിതപൂർണമായി. ഓരോ മക്കളുടെയും വീട്ടിൽ മാറി മാറി താമസിച്ച ഈ വൃദ്ധമാതാവ് ഒരു വീട്ടിലും സുഖകരമായ ജീവിതം ലഭിക്കാതെ അനുജത്തിയുടെ വീട്ടിലേക്ക് താമസം മാറിയെങ്കിലും പലപ്പോഴും ഇവിടെയും ജീവിതം ദുരിതമായി. ഒടുവിൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഇടപെടലിനെ തുടർന്ന് റംല ബീവിയുടെ ഇളയ മകൻ സംരക്ഷണം ഏറ്റെടുക്കുവാൻ തയ്യാറായി. ഇതിനായി റംല ബീവിയുടെ പേരിലുള്ള 5 സെന്റ് ഭൂമിയും വീടും തന്റെ പേരിൽ എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. മകനെ പൂർണ്ണമായും വിശ്വസിച്ച മാതാവ് ഇതനുസരിച്ചു. ഇതിനുശേഷം മകന്റെ വീട്ടിലെത്തിയ തന്നെ സംരക്ഷിക്കുന്നതിനു പകരം മകന്റെ ഭാര്യ കഴുത്തിനു പിടിച്ച് പുറത്തു തള്ളിയതായി റംല ബീവി പറയുന്നു. അല്ലെങ്കിൽ അമ്മക്ക് പൂസത്ത് വേണം, അതുള്ളതൊക്കെ ഒരാൾക്ക് നോക്ക് എല്ലാവരും കൊണ്ടുവെക്കുന്നത് ഓരോരോ വെള്ളയിലിട്ട് മോളൊഴിച്ച് ബാക്കി എല്ലാവരും വെള്ളയിലാക്കി. ഒരുത്തം വന്ന് നാട്ടുകാർക്ക് ഒരു തെങ്ങുള്ളവരാ
കൊടുത്ത് കാശ് മേടിച്ച് അവൻ പോയി വീട് കഥവ് സഹിതം പൊളിച്ച് വിറ്റ്. അവന്ന് ചോദിച്ച് സാധിച്ച് അവൻ പോയി. എനിക്ക് ആരുമില്ല, ഉടയനില്ല, വഴിയില്ല, സമ്പത്തില്ല. ഉള്ളിടത്തോളം അവർ ജീവിച്ച് അവരെന്നെ നശിപ്പിച്ച്. എൻ്റെ മക്കൾ തന്നെ, വേറെ ആരും ഇല്ല. പിന്നെ ഞാനും കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞ് പലപ്പോൾ രോഗം വന്ന് ഈ അസുഖം വന്നിട്ട് തന്നെ ഇപ്പോൾ 5 വർഷം കഴിഞ്ഞ്. 5 വർഷം കൊണ്ട് ചികിത്സയിലാണ്. അതിൽ ഈ മക്കളൊന്നും 10 വയസ്സ് വരെ മുതലും മുടക്കിയിട്ടില്ല. അതിൽ മാസം തോറും മോള് മാത്രം ഒത്തിരി പൈസ കൊണ്ട് തരുമായിരുന്നു, വേറെ ആരും തിരിഞ്ഞു പോലും നോക്കാനില്ലായിരുന്നു. അങ്ങനെ ഉണ്ട്. അനിയത്തിയുടെ അവിടെയാണ് ഞാൻ പോയി കിടന്നത്. അത് അന്യൻ്റെ വീടും അന്യൻ്റെ മക്കളുമാണ്. അവരെന്നെ എന്നും നോക്കും. ആ വീട് അവരുടെ മോക്കാണ്. ആ 8 സെൻറ്റേ ഉള്ളു. ആ പെണ്ണ് വരുമ്പോഴൊക്കെ പറയും, ഇവിടെ കിടക്കണ അതിന് മക്കളില്ലേ, മക്കളെ വീട്ടിൽ പോയി കിടന്നൂടെ എന്നും പറഞ്ഞ് അവർ തകർക്കും. അത് കേട്ട് മടുത്താണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. എൻ്റെ മോൻ്റെ വീട്ടിൽ, ഈ നസീർ എന്ന് പറയുന്ന എൻ്റെ വീട്ടിൽ കിടന്നിട്ട് തന്നെ അവൾ അവിടെ കിടക്കാൻ സമ്മതിക്കില്ല. വേണ്ടുന്ന രീതിയിൽ അവരത് വിളിച്ചിട്ട് ഞാൻ കിടന്നിട്ട് അവസാനം എൻ്റെ കഴുത്തിന് കുത്തി പിടിച്ചാണ് എന്നെ വെളിയിൽ തള്ളി. അതിൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ശുദ്രകാരിയാണ്, ശുദ്രം ചെയ്തോണ്ടെന്ന് അവിടെ വായിരിക്കണം മൊത്തവും കേട്ട് പറയാം. അവിടെ കിടന്നു. അവിടെ നിന്നാണ് വീണ്ടും ഞാൻ ഇവിടെ വന്നത്. ഞാൻ എന്ത് ചെയ്യാൻ, എനിക്ക് എവിടെ കിട്ടുമോ? ഇതോടെ ഒറ്റപ്പെട്ട റംല ബീവിയുടെ സംരക്ഷണം നാട്ടുകാർ ഏറ്റെടുത്തു. റംല ബീവിയുടെ ദുരിതജീവിതം അറിഞ്ഞ വാർഡ് മെമ്പറിന്റെ ഇടപെടലിനെ തുടർന്ന് സമീപത്തെ അംഗൻവാടിയിൽ നിന്നും കുട്ടികൾക്ക് നൽകുന്ന ആഹാരത്തിന്റെ ഒരു പങ്ക് റംല ബീവിക്ക് നൽകുവാൻ തീരുമാനമായി. അമ്മയെ സംരക്ഷിക്കാമെന്നും പറഞ്ഞിട്ട് അമ്മയുടെ പേരിൽ 5 സെന്റും ഈ വീടും ഇളയ മകന്റെ പേരിൽ എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത്. എഴുതി കൊടുത്തതിന് ശേഷം മകൻ ഇതുവരെയ്ക്കും ഇവിടെ വരികയോ ഇവരെ കാണുകയോ ഇവരെ മറ്റ് സഹായങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഒത്തിരി ദിവസം കൊണ്ട് പട്ടിണിയാണെന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ ഇവിടുത്തെ അംഗൻവാടി ടീച്ചറോട് പറഞ്ഞു, അവർക്ക് വേണ്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കൊടുക്കണം, അതിന് വേണ്ടുന്ന എല്ലാ സാമ്പത്തിക സഹായവും ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. റംല ബീവിയെ ബന്ധുക്കൾ ഏറ്റെടുക്കുകയോ ഏതെങ്കിലും അഗതി മന്ദിരത്തിൽ എത്തിക്കുകയോ ചെയ്യണമെന്ന് വാർഡ് മെമ്പർ തുമ്പമൺതൊടി രാജൻ പലതവണ പോലീസിനെ അറിയിച്ചിട്ടും റംല ബീവിയുടെ കാര്യത്തിൽ പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് കാരറ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൾ കരീമും പറഞ്ഞു. അങ്ങനെ ഇവർ വിളിച്ച് പറഞ്ഞിട്ട് അവർ വരുന്നില്ല എന്നും പറഞ്ഞ് ഞാൻ ഇവിടെ വന്നുകൊണ്ട് എന്നെ പോലീസിൽ വിളിച്ചായിരുന്നു. അപ്പോൾ അവിടെ ഉദ്യോഗസ്ഥൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഉള്ളതെന്ന് ഏറ്റെടുത്ത് കൊണ്ടുപോയി ചാപ്പാട് കൊടുക്കാനോ സംരക്ഷണം കൊടുക്കാനുള്ള നിയമമൊന്നും അവർക്കില്ല. നിങ്ങളെ പഞ്ചായത്ത് മെമ്പറെ, പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് അവർ മുഖേന ഗാന്ധി ഭവനിലോ ഏതെങ്കിലും വൃദ്ധസദനത്തിലോ ഏൽപ്പിക്കണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന സാറിൻ്റെ പറഞ്ഞാൽ സാർ 65 വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസണിൽ എന്തെങ്കിലും ഒരു പരിഗണന കൊടുത്ത് നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് അവർക്ക് 3 മക്കളോടെ ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ട്, അവരിൽ ആരെങ്കിലും വിളിച്ചൊന്ന് സംരക്ഷണം ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോലും അവരതിന് തയ്യാറായില്ല. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പോലീസുകാരും വന്നിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ CIക്ക് ഒരു പരാതി എഴുതി പോസ്റ്റലിൽ അയക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കടയ്ക്ക് സ്റ്റേഷനിൽ നിന്ന് 2 പോലീസുകാർ ഇവിടെ വന്നിട്ട് മൂത്ത മകനെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ കാര്യങ്ങൾ നോക്കിയുള്ളൂ എന്ന് പറഞ്ഞ് 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് അവർ പോവുകയും ചെയ്തു. ഇതുവരെ അവർക്കൊരു നടപടിയും അവർ ഏറ്റെടുക്കുന്നതിന് മറ്റൊരു നടപടി ഉണ്ടാകുന്നത്. ഇത്രയും പെട്ടെന്ന് അവർ ഏതെങ്കിലും ഒരു വൃദ്ധസ്ഥാനത്തിലോ മറ്റോ ഏൽപ്പിച്ച് ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ മൂലം ഏതെങ്കിലും ഒരു അഗതി മന്ദിരത്തിൽ തലചായ്ക്കാൻ ഒരിടം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ പാവം വൃദ്ധമാതാവ്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഏറം അഗസ്ത്യക്കോട് റോഡിലെ കലുങ്ക് ഇടിഞ്ഞു താഴ്ന്നിട്ട് ദിവസങ്ങളായി. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി വാതോരാതെ പ്രസംഗിക്കുന്ന അധികാരികൾ ഈ റോഡൊന്ന് കാണണം. റോഡിനു നടുക്കായി കലുങ്ക് ഇടിഞ്ഞു താണ് അപകടക്കുഴി രൂപപ്പെട്ടിട്ട് ദിവസങ്ങളായി. ബന്ധപ്പെട്ട ആർക്കും ഇതേക്കുറിച്ചൊരു മിണ്ടാട്ടവുമില്ല. തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഏറം LP സ്കൂളിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും ഇതുവഴിയാണ്. സമീപത്തായി ഏറം ക്ഷേത്രവും ഏറം ജംഗ്ഷനും സ്ഥിതി ചെയ്യുന്നു. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇപ്പോഴും ഇതുവഴി തന്നെയാണ് കടന്നു പോകുന്നത്. എത്രയും വേഗം കലുങ്ക് പുനർനിർമ്മിച്ചില്ലെങ്കിൽ ഇവിടെ ഒരു ദുരന്തം ഉറപ്പാണ്. അപകടങ്ങൾ സംഭവിച്ചതിനു ശേഷം മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്ന അധികാരികൾ എവിടെയെങ്കിലും അതിനു കാത്തു നിൽക്കാതിരിക്കട്ടെ. വണ്ടി പാകാത്തൊരു സൗകര്യത്തിൽ ഇങ്ങനെ നടക്കുന്നതാണ്. അത് വന്നിട്ട് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കാൻ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? ഒരു വണ്ടി ഇതിലെ പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കാൻ പോലും അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആരും വരുന്നില്ല. കാരണം ഇപ്പോൾ ഒരു ബസ് പോകുന്നതില്ലേ ഇപ്പം കുറച്ച് ദിവസം ഇങ്ങനെ കഴിയും അവർ വന്നത് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കുന്നില്ല. വെള്ളക്കെട്ടായപ്പോഴത്തേക്കും ഇപ്പം ഈ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ വലവശത്തൂടെ വണ്ടികൾ ഇനി പോയി തുടങ്ങുമ്പോൾ ഇവിടെ എല്ലാം ഇടിഞ്ഞത് അതാഴി വണ്ടി വിശേഷമായിട്ട് വണ്ടിയോട്ടം നിൽക്കും. ഇത് എപ്പോഴത്തെ അവസ്ഥ. പിന്നെ അപകടം വരാനുള്ള സാധ്യത കൊണ്ടാണ് ഈ കൊടികൾ ഇങ്ങനെ വെച്ചേക്കുന്നത്. വണ്ടി പോകേണ്ട സ്ഥലം ഇല്ല ആവശ്യത്തിന്. പഞ്ചായത്തിലും എഞ്ചിനീയർമാരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്, PWD എഞ്ചിനീയർമാരെ അറിയിച്ചിട്ടുണ്ട്. AE വന്ന് ഇന്നലെ വന്ന് നോക്കിയെന്ന് പറയുന്നു. ഏതായാലും അതിനുള്ള നടപടികൾ എത്രയും പെട്ടെന്നല്ലെന്നുണ്ടെങ്കിൽ അടുത്ത അപകടം ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്.
ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പത്തനാപുരത്ത് UDF പ്രവർത്തകരും കേരള കോൺഗ്രസ് B പ്രവർത്തകരും തമ്മിൽ തെരുവ് യുദ്ധം. ഇരുവിഭാഗങ്ങളും പരസ്പരം കല്ലെറിഞ്ഞു. പോലീസ് ലാത്തി വീശി. KPCC നിർവാഹക സമിതി അംഗം CR നജീബിന് നേരെയും കയ്യേറ്റം. നിരവധി മോഷണ കേസുകളിലെ പ്രതി അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് പണ്ടാരക്കോണം വാഴവിളപ്പുത്തൻ വീട്ടിൽ ജെനി. ായ വൃദ്ധമാതാവിനെ മക്കൾ ഉപേക്ഷിച്ചതായി പരാതി. ചിത്ര ഗ്രാമപഞ്ചായത്തിലെ അരിപ്പ വാർഡിൽ ചരുവിള വീട്ടിൽ റംല ബീവിയാണ് തലചായ്ക്കാൻ ഇടം തേടുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.